മൾട്ടിവുഡിൻ്റെ ഒരു ചെറിയ പീസ് എടുത്ത് നമുക്ക് അടിപൊളി ഒരു സംഭവം ഉണ്ടാക്കിയെടുത്താലോ. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ചെറിയ പീസ് എടുത്തിട്ട് ഞാൻ അതിൽ ഈ കത്രിക വെച്ച് ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ ഐസ്ക്രീം സ്റ്റിക്ക് പ്ലേസ് ചെയ്തതിന് ശേഷം ഫ്ലെക്സ് ക്യൂക്ക് ഉപയോഗിച്ച് ഒട്ടിച്ചു കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മറ്റേ ഭാഗം കൂടി ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലുള്ള റിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിക്കാത്തൊരു വളയെടുത്തിട്ട് പെയിൻറ്റിൻ്റെ ബോട്ടിലിൽ വെച്ച് ഇതുപോലെ റിങ് ആക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ ബാക്കി പോർഷൻ കത്രിക ഉപയോഗിച്ച് തന്നെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള റിങ്സ് ആയിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് ഞാൻ ചാർട്ട് പേപ്പർ എടുത്തിട്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ട് മുറിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ ഈ മാസം കൂടി എഴുതി കൊടുക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്തുട്ട് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്. നമ്മൾ ഡെസ്കിൽ വയ്ക്കുന്ന ഒരു കലണ്ടറാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ മാസം എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ ഹോളിടുന്ന മെഷീൻ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ കത്രികയുടെ തുമ്പ് ഭാഗം വെച്ചിട്ടാണ് കേട്ടോ ഇതിന് ഹോളിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഈ ഹുക്കിലേക്ക് നമുക്ക് ഇത് കൊളുത്തി കൊടുക്കാം കേട്ടോ. അതിന് ശേഷം ഇതുപോലെ ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഈ ഡേറ്റ്സും ഇതുപോലെ തന്നെ എഴുതി കൊടുക്കുന്നുണ്ട്. ഇതുപോലുള്ള കുട്ടി കുട്ടി ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇത് തീർച്ചയായും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇതുപോലെ റിങ് ആയിട്ട് വെച്ചപ്പോൾ ഭയങ്കരമായി ആടുന്ന പോലെ തോന്നിയപ്പോൾ ഞാനിതൊരു ഹുക്ക് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കാലിയായിട്ടുള്ള ഒരു പെയിൻറ്റിൻ്റെ ടിന്നിൽ ഇതുപോലെ ക്രോഷറ്റിൻ്റെ ലീവ്സും അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഔട്ട്ലുക്ക് എങ്ങനെയുണ്ടെന്നൊന്ന് പറയണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ്